ക്രിസ്മസിൻ്റെ ആശംസകൾ അർപ്പിക്കാനും ഒരു ചെറിയ ക്രിസ്മസ് സന്ദേശം നിങ്ങളുടെ ദേശത്തിന് നൽകാനുമാണ് ഞങ്ങൾ ഇവിടെ വന്നത്. നമുക്കറിയാം, കേരളം ലോകത്തിൻ്റെ നെറുകയിൽ അറിയപ്പെടുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന അപരനാമത്തിലാണ്. എന്നാൽ പലപ്പോഴും ആ പേരിന് യോഗ്യമാം വണ്ണം പ്രവർത്തിക്കാൻ സാധിക്കാതെ നമ്മുടെ ദേശത്തു നിന്ന് പല വിധത്തിലുള്ള അപസ്വരങ്ങളും ദുസ്സൂചനകളും ഉയരുന്നത് സാധാരണമാണ്. പ്രിയമുള്ളവരെ, ഈ ക്രിസ്മസ് ദിവസത്തിൽ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ, മനുഷ്യൻ്റെ സങ്കടങ്ങൾ, മനുഷ്യൻ്റെ ഭാരങ്ങളൊക്കെ ഇറക്കി വെച്ച് മനുഷ്യൻ സ്വയം സന്തോഷിക്കാൻ ശ്രമിക്കുന്ന ഈ അവസരത്തിൽ ഇതാ ഒരു ക്രിസ്മസിൻ്റെ ആശംസകൾ ഞങ്ങൾ പ്രാരംഭത്തിൽ നിങ്ങൾക്ക് നേരുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം, യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് വിശുദ്ധ ബൈബിളാണ്. ബൈബിൾ ദൈവത്താൽ രചിക്കപ്പെട്ട, ദൈവത്തിൻ്റെ മനുഷ്യർ ദൈവനിയോഗത്തോടെ രചിച്ച ഒരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ഈ ബൈബിൾ 1400 വർഷം കൊണ്ട് 40ഓളം എഴുത്തുകാർ എഴുതി തീർത്ത ഒരു പുസ്തകമാണ് വിശുദ്ധ ബൈബിളെങ്കിലും ഒരു സമയത്ത് ഒരു വ്യക്തി ഇരുന്ന് എഴുതിയതുപോലെ വായിക്കുന്നവന് തോന്നുന്ന പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. അതെ, ഈ വിശുദ്ധ ബൈബിൾ നമ്മളോട് വിളിച്ചു പറയുന്ന സന്ദേശത്തെക്കുറിച്ച് നിങ്ങളെ ഓർപ്പിക്കുവാനും ഈ ക്രിസ്മസ് ദിവസത്തിൽ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിലും വന്ന് ജനിച്ച് നിങ്ങൾക്ക് ആത്മരക്ഷ ഉണ്ടാകണം എന്ന ആഗ്രഹത്തോടെയാണ് ഞങ്ങൾ നിങ്ങളോടൊപ്പമായിരിക്കുന്നത്. എന്നോടൊപ്പം വളരെ സ്നേഹത്തോടെ വളരെ പ്രിയമുള്ളവർ ഞങ്ങളോടൊപ്പമുണ്ട്. അവർക്കൊക്കെയും അനേകം സന്ദേശങ്ങൾ അല്ലെങ്കിൽ സാക്ഷ്യങ്ങളൊക്കെ നിങ്ങളോട് പറയാനുണ്ടാകുമെങ്കിലും ഞങ്ങളുടെ മുന്നിൽ അല്പസമയം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് വിശുദ്ധ വേദപുസ്തകത്തെ അധികരിച്ച്, വിശുദ്ധ ബൈബിളിനെ അധികരിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് പിൻവാങ്ങുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞു, ലോകത്ത് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെട്ടിട്ടുള്ളതും ആദ്യമായി അച്ചടിക്കപ്പെട്ടതും ലോകത്തെവിടെ ചെന്നാലും ലഭിക്കുന്നതും ലോകത്ത് വായിച്ചിട്ടുള്ള എല്ലാ മനുഷ്യരെയും സ്വാധീനിച്ചിട്ടുള്ളതുമായ ഒരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ഒരിക്കൽ ആഫ്രിക്കയിലെ ഒരു ഗ്രാമത്തിൽ വിദേശിയായ ഒരു മനുഷ്യൻ ചെന്നപ്പോൾ ആ ആഫ്രിക്കൻ മനുഷ്യൻ ഒരു ബൈബിൾ വായിക്കുന്നത് കണ്ടപ്പോൾ ആ വിദേശിയായ മനുഷ്യൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ബൈബിൾ വായിക്കുന്നത്? ഇതൊരു പഴയ പുസ്തകമല്ലേ? അപ്പോൾ ആ മനുഷ്യൻ തിരിച്ചു പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, ഈ ബൈബിൾ ഞങ്ങളുടെ കയ്യിൽ ലഭിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഇവിടുന്ന് സംസാരിക്കുകയില്ലായിരുന്നു, ഞങ്ങളുടെ കലത്തിൽ കിടന്ന് നിങ്ങൾ വേഗമായിരുന്നു. എന്താ കാരണം എന്നറിയാമോ? അവർ നരഭോജികളായിരുന്നു. അതെ, അനേകം നരഭോജികളെ മനുഷ്യസ്നേഹികളാക്കി മാറ്റിയ, മനുഷ്യരെ തിന്നിരുന്ന മനുഷ്യരെ മനുഷ്യസ്നേഹികളാക്കി മാറ്റിയ പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. അതെ, അനേകരെ സ്വാധീനിച്ചിട്ടുള്ള പുസ്തകം അതാണ് വിശുദ്ധ ബൈബിൾ. ആ വിശുദ്ധ ബൈബിൾ ഇങ്ങനെ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും സകല സങ്കടങ്ങൾക്കും ഒരു ഉത്തരമുണ്ട്. ആ ഉത്തരത്തെക്കുറിച്ചാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതെ, വിശുദ്ധ ബൈബിൾ മനുഷ്യൻ്റെ സകല പ്രശ്നത്തിനും മറുപടി നൽകുന്ന ഒരു പുസ്തകമാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് അരുളി ചെയ്ത ദൈവത്തെ വെളിപ്പെടുത്തിയ പുസ്തകമാണ് ഈ പുസ്തകം. അത് ഭ്രമിച്ചു നോക്കേണ്ട, നിങ്ങളുടെ സങ്കടങ്ങളിൽ, നിങ്ങളുടെ ഭാരങ്ങളിൽ നിങ്ങളോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ ദൈവത്തെ വെളിപ്പെടുത്തിയ ഒരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ഈ പുസ്തകം വിളിച്ചു പറയുന്ന മറ്റൊരു സത്യം മനുഷ്യൻ്റെ ഈ ലോകത്തെ അനശ്വരതയില്ലായ്മയാണ്. അതായത് ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമെന്ന് വിശുദ്ധ ബൈബിൾ വിളിച്ചു പറയുകയാണ്. അതിൻ്റെ അർത്ഥം നാം എല്ലാവരും ഒരു ദിവസം മരിക്കും. ഞാനും മരിക്കും, എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇന്നല്ലെങ്കിൽ നാളെ നമുക്കറിഞ്ഞുകൂടാ എന്ന് മരിക്കുമെന്ന്. പക്ഷേ എല്ലാ മനുഷ്യരും ഒരു ദിവസം മരിക്കും. മരണശേഷം ഒരു ജീവിതത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ ഗഹനമായി പഠിപ്പിക്കുന്നുണ്ട്. അതെ, മരണാനന്തര ജീവിതം എന്ന ഒന്ന് പഠിപ്പിക്കുന്ന പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. അതെ, മരണാനന്തര ജീവിതം
നമുക്കുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് ഈ നമ്മൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യരിൽ ഭൂരിഭാഗവും. ചിലർ അതിന് മോക്ഷപ്രാപ്തി എന്നോ, മറ്റു ചിലർ നിത്യജീവനെന്നോ, മറ്റു ചിലർ സ്വർഗപ്രാപ്തി എന്നൊക്കെ വിളിക്കുമായിരിക്കാം. പല പേരുകളിൽ വിളിച്ചെങ്കിലും മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്ന് മനുഷ്യൻ വിശ്വസിക്കുന്നു. മരണാനന്തര ജീവിതം സുഖകരമാകണമെന്ന് മനുഷ്യൻ വിശ്വസിക്കുന്നു. ഇവിടെയാണ് ക്രിസ്മസിൻ്റെയും യേശുക്രിസ്തുവിൻ്റെയും പ്രസക്തിയുള്ളത്. കാരണം മരണം കഴിഞ്ഞ് ഒരു ജീവിതം സുഖകരമാക്കുവാൻ ഈ ലോകത്ത് വെച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുമോ എന്നൊരു വ്യക്തി ചോദിച്ചാൽ ആ വ്യക്തിക്ക് ഒരു മറുപടി വിശുദ്ധ ബൈബിൾ പറയുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, മരണാനന്തരം നമുക്കൊരു ജീവിതത്തെക്കുറിച്ച് പറയുന്ന വിശുദ്ധ ബൈബിളിലെ ഒരു വാക്യം നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം, അത് ബൈബിളിലെ പുതിയ നിയമത്തിലെ 4-ാമത്തെ പുസ്തകമാണ്. ആ പുസ്തകത്തിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അതിൻ്റെ 1-ാം അധ്യായം 12-ാം വാക്യം നാം വായിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ അവിടെ കാണും. അത് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവൻ്റെ നാമത്തെ കൈക്കൊള്ളുകയും ചെയ്യുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ കഴിവ് നൽകി. അതെ, ദൈവമക്കളാകുവാനുള്ള കഴിവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുമെന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. അതുകൊണ്ടാണ് ഈ ക്രിസ്മസിന് യേശു ഈ ലോകത്തിലേക്ക് വന്നതിന് വളരെ പ്രസക്തിയുള്ളത്. കാരണം മനുഷ്യനെ മരണശേഷം ഒരു സ്വർഗത്തിന് അവകാശിയാക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് 2024 കൊല്ലം മുമ്പ് ഈ ലോകത്ത് വന്നത്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് വളരെ പ്രസക്തിയുള്ളത്, വളരെ പ്രാധാന്യമുള്ളത്. അതിന് മറ്റൊരു കാരണവുമില്ല. മരണാനന്തരം ഈ ലോകത്ത് ജീവിക്കുന്ന ഏതു മനുഷ്യനും സുഖകരമായ ഒരു സ്വർഗപ്രാപ്തിക്ക് നമ്മെ പ്രാപ്തരാക്കുന്ന ജനനമായിരുന്നു കർത്താവായ യേശുക്രിസ്തുവിൻ്റേത്. അതെ, ആ ബൈബിൾ പറയുന്നത് നമ്മെ ദൈവമക്കളാക്കി തീർക്കാൻ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് സാധിക്കും എന്നാണ്. മക്കളായി തീർന്നാൽ എന്താണ് ഗുണം? ഞാൻ ഒരു വാക്കിൽ പറയട്ടെ. നമ്മുടെയൊക്കെ മക്കൾ സ്കൂളിലോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തോ പോയാൽ വൈകുന്നേരം നമ്മൾ അവർക്ക് ചായയും കാപ്പിയൊക്കെ ഒരുക്കി വെക്കാൻ കാരണം എന്താണ്? നമുക്കറിയാം നമ്മുടെ മക്കൾ നമ്മുടെ വീട്ടിലേക്ക് തന്നെ വരുമെന്ന്. ഇതുപോലെയാണ് ഒരു വ്യക്തി ഒരു ദൈവ പൈതലായി തീർന്നാൽ നിശ്ചയമായും ആ വ്യക്തി മരണശേഷം ദൈവത്തിൻ്റെ ഭവനമായ സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ ഇടയായിത്തീരും. അതേ, സ്വന്തം മക്കൾ സ്വന്തം ഭവനത്തിലല്ലാതെ മറ്റെവിടെയും പോവുകയില്ല. ഇതുപോലെയാണ് ായി തീർന്നാൽ നിശ്ചയമായും നമ്മൾ സ്വർഗത്തിലേക്ക് കടന്നു പോകുവാൻ ഇടയാകും മരണശേഷം. ഞാനത് പറഞ്ഞത്, കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് എന്തിനു വന്നു? ഈ ഒരു ക്രിസ്മസ് ആഘോഷിക്കാൻ ഒരുങ്ങുന്ന അല്ലെങ്കിൽ ക്രിസ്മസ് അടുത്തെത്തി നിൽക്കുന്ന നമുക്ക് യേശുക്രിസ്തു ഈ ലോകത്ത് എന്തിനു വന്നു എന്ന് ചോദിച്ചാൽ, അതെ, ഒരേ ഒരു മറുപടി ഇതാണ്: നമ്മുടെ മരണാനന്തര ജീവിതം നമുക്ക് സുഖകരമാക്കാൻ, ഒരു നിത്യജീവൻ നമുക്ക് പ്രദാനം ചെയ്യാനാണ് കർത്താവായ യേശുക്രിസ്തു വന്നത്. അത് എങ്ങനെയാണ് കർത്താവായ യേശു ഈ ലോകത്ത് വന്ന് നമ്മുടെ മരണാനന്തര ജീവിതം സുഖകരമാക്കുക, നമ്മളെ സ്വർഗത്തിന് പ്രാപ്തരാക്കുക? അതെ, ബൈബിൾ അതിന് പറയുന്നത്, അതെ, ഇങ്ങനെ ബൈബിൾ പറയുന്നു: നമ്മുടെ ഒരു പ്രവൃത്തിയോ നമ്മുടെ പുണ്യമോ അല്ലെങ്കിൽ നമ്മുടെ യോഗ്യതകളോ ഒന്നും സ്വർഗപ്രാപ്തിക്ക് നമ്മെ യോഗ്യരാക്കുകയില്ല. മറിച്ച് വചനം പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൽ. ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കി പറയട്ടെ. ഈ ക്രിസ്മസ് ആഘോഷിക്കുന്ന വേളയിൽ നമുക്കറിയാം 2024 കൊല്ലം മുമ്പ് സ്വർഗത്തിൽ ദൈവമായിരുന്ന യേശുക്രിസ്തു തൻ്റെ സകല മഹിമകളും വെടിഞ്ഞ് ഈ താണ ലോകത്തേക്ക് ഇറങ്ങി വന്ന് അവൻ ഈ ലോകത്ത് ഒരു കുഞ്ഞു പൈതലായി ജനിച്ചു. അതെ, 33.5 വർഷം ഈ ലോകത്ത് ജീവിച്ചു. അവസാനം കാൽവരിക്കുന്നിൽ തൻ്റെ ശരീരത്തെ ഒരു യാഗമായി ഏൽപ്പിച്ചു കൊടുക്കാൻ ഇടയായി. എന്തിനാണ് ഈ യാഗം? മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമായി ദൈവം തന്നെ അതെ കുരിശിൽ മരിക്കാൻ ഇടയായി തീർന്നു. അതെ, അതിനുശേഷം അദ്ദേഹം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോകുവാൻ ഇടയായി. ഈ ക്രിസ്മസ് ആഘോഷിക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വസ്തുത, കർത്താവായ യേശുക്രിസ്തു കാൽവരിക്കുന്നിൽ ചെയ്ത പരമയാഗത്തിൻ്റെ യോഗ്യതയാൽ, ആ യോഗ്യതയിലുള്ള വിശ്വാസത്താൽ, യേശുക്രിസ്തുവിൻ്റെ കാൽവരിക്കുന്നിലെ കുരിശുമരണത്തിലുള്ള വിശ്വാസത്താൽ നമുക്ക് നിത്യജീവനുണ്ട് എന്ന സത്യമാണ്. അതുകൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടത്? എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഒരു നിത്യജീവൻ എനിക്ക് ആവശ്യമുണ്ട്, മരണാനന്തര ജീവിതത്തിൽ ഒരു സുഖകരമായൊരു ജീവിതം യേശുക്രിസ്തു വഴി വേദപുസ്തകം പറയുന്ന, അഥവാ ബൈബിൾ പറയുന്ന ഈ മഹത്തായ കാര്യം എനിക്ക് വേണമെന്ന് തോന്നുന്നെങ്കിൽ ബൈബിൾ അനുസരിച്ച് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിപ്പാൻ ഇടയാകണം. എങ്ങനെയാണ് കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നത്? അതിന് ഒരു വഴി ഇതാണ്. ഈ
സുവിശേഷം കേൾക്കുക. എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു കാൽവരിക്കുന്നിൽ നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നു എന്നതാണ് സുവിശേഷം. 2, ഈ സുവിശേഷം കേട്ട നാം ഈ സുവിശേഷത്തിൽ വിശ്വസിക്കുക. നമുക്ക് വേണമെങ്കിൽ തള്ളിക്കളയാം, തീർച്ചയായും നമുക്ക് ഫ്രീ വില്ലുള്ള മനുഷ്യരാണ്. അത് സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനും നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ആർക്കും ആരെയും ഒന്നിനും നിർബന്ധിക്കാൻ കഴിയുകയില്ല. കാരണം ഇത് പ്രത്യേകമായ കാലഘട്ടമാണ്, സത്യത്തിന് വിലയില്ലാത്ത ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആപേക്ഷിക സിദ്ധാന്തം തലയ്ക്ക് പിടിച്ച മനുഷ്യരുടെ കാലഘട്ടമാണ്. എന്താണ് ആപേക്ഷിക സിദ്ധാന്തം? ആപേക്ഷിക സിദ്ധാന്തം ഇതാണ്, ഞാനൊന്ന് വ്യക്തമാക്കാം. ഒരു റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ പോയി നിന്നാൽ, നമ്മൾ ഒരു ട്രെയിനിൽ കയറിയിരുന്നാൽ, നമ്മുടെ ട്രെയിൻ ഓടുന്നില്ലെങ്കിലും അടുത്തുള്ളൊരു ട്രെയിൻ അതിലെ പോയാൽ, അടുത്തുള്ള ട്രാക്കിലൂടെ ഒരു ട്രെയിൻ പോയാൽ നമ്മുടെ ട്രെയിൻ മൂവ് ചെയ്യുന്ന പോലെ തോന്നും. എന്താ കാര്യം? സത്യത്തിൽ നമ്മുടെ വണ്ടി മൂവ് ചെയ്യുന്നില്ല, പക്ഷേ നമുക്ക് തോന്നും. ഇതിനാണ് ആപേക്ഷിക സിദ്ധാന്തം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ അവസ്ഥയ്ക്കനുസരിച്ച് മനുഷ്യന് തോന്നുന്നതാണ് സത്യം എന്ന് ആപേക്ഷിക സിദ്ധാന്തം നമ്മളെ പഠിപ്പിക്കുന്നു. ആപേക്ഷിക സിദ്ധാന്തം തലയ്ക്ക് പിടിച്ച മനുഷ്യർ ചിന്തിക്കുന്നത് എല്ലാം സത്യമാണ്, എനിക്ക് സത്യമായത് സത്യം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് ബൈബിളിൽ ഒരു വാക്യം കടമെടുത്ത് ചിലർ പറയാറുണ്ട്, എൻ്റെ വിശ്വാസം എന്നെ പൊറിപ്പിക്കട്ടെ, നിൻ്റെ വിശ്വാസം നിന്നെയും പൊറിപ്പിച്ചോട്ടെ. അതായത് ഞാൻ വിശ്വസിക്കുന്നത് സത്യം, നീ വിശ്വസിക്കുന്നതും സത്യം, ആർക്കും ഒരു പ്രശ്നവുമില്ല. ഇങ്ങനെ ആപേക്ഷിക സിദ്ധാന്തം തലയ്ക്ക് പിടിച്ച് മനുഷ്യൻ സത്യത്തെ മറന്ന് സത്യം മനസ്സിലാക്കാതെ ഓടി നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, എന്താണ് സത്യം? സത്യം ഇതാണ്, കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ, നാഥനും രക്ഷകനുമായി സ്വീകരിക്കാൻ ഈ ക്രിസ്മസ് സമയത്ത് നമുക്ക് സാധിക്കണം. നമ്മുടെ ഒരു ക്രിസ്മസിൻ്റെ ഒരു ആഘോഷമായി നമ്മൾ പങ്കെടുക്കുന്നത് നല്ലതാണ്, നല്ല കാര്യമാണ്. പക്ഷേ യേശു ക്രിസ്തു ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ വന്ന് ജനിക്കുന്നില്ലെങ്കിൽ ഈ ക്രിസ്മസ് ആഘോഷവും അതിന് ചിലവാക്കുന്ന പണവും അതിൻ്റെ ധൂർത്തുമെല്ലാം വെറും വേസ്റ്റായി മാറുകയാണ്. മറിച്ച് നാം ചെയ്യേണ്ടത്, കർത്താവായ യേശു ക്രിസ്തുവിനെ കാൽവരിക്കുന്നിൽ ദൈവം ഒരു യാഗമായി വിട്ടുകൊടുത്തെന്ന് മനസ്സിലാക്കി, അതെൻ്റെ പാപത്തിന് പരിഹാരമാണെന്ന് സംബന്ധിച്ച് എന്നെ കേൾക്കുന്ന നിങ്ങളാരെങ്കിലും അതിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, ഞാനൊരു പാപിയാണ്, ഞാൻ നരകത്തിന് യോഗ്യരായി തീരും, എനിക്കൊരു പാപക്ഷമ വേണം, ഒരു മോശപ്രാപ്തി വേണമെന്ന് വിശ്വസിക്കുന്നെങ്കിൽ എന്നോട് ചേർന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കണം. കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാണ്, ഞാൻ പാപിയാണെന്ന് ഞാൻ അറിയുന്നു, എനിക്കിതിൻ്റെ രക്ഷ ആവശ്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, നിത്യജീവൻ പ്രാപിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യേശുവേ, കാൽവരിക്കുന്നിലെ അങ്ങയുടെ പരമയാഗം എൻ്റെ പാപത്തിന് പരിഹാരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് എൻ്റെ ഹൃദയത്തിൽ വസിക്കണമേ. വെളിപ്പാട് പുസ്തകം ഇങ്ങനെ വിളിച്ചു പറയുന്നു, ഞാനിതാ വാതിക്കൽ വന്ന് മുട്ടുന്നു. ആരെങ്കിലും വാതിൽ തുറന്നാൽ, ആരെങ്കിലും ഹൃദയവാതിക്കൽ തുറന്നാൽ ഞാൻ അവൻ്റെ ഉള്ളിൽ പ്രവേശിക്കും എന്ന് പറഞ്ഞാൽ, യേശു നിങ്ങളുടെ ഹൃദയത്തിൽ ജനിക്കാൻ ആഗ്രഹിക്കുന്നു. യേശു നമ്മുടെ ഹൃദയത്തിൽ ജനിക്കാൻ ആഗ്രഹിക്കുന്നു. അതാണ് ശരിയായ ക്രിസ്മസ്. യേശുവിൻ്റെ ആഗ്രഹത്തിനായി നമ്മുടെ ഹൃദയവാതിൽ തുറക്കാൻ ഇന്ന് ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. എങ്ങനെയാണ് സാധിക്കുന്നത്? ഞാൻ വ്യക്തമായി തീർന്നു. വചനം പറയുന്നു, ഈ ഭൂലോകത്തിൽ മനുഷ്യരക്ഷയ്ക്കായി നൽകപ്പെട്ട ഏക നാമം അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്. അതെ, മറ്റൊരു നാമവും രക്ഷയ്ക്ക്, ആത്മരക്ഷയ്ക്ക്, നിത്യജീവൻ്റെ കാരണമായി ദൈവം നൽകിയിട്ടില്ല. ദൈവം നൽകിയ ഏക നാമം കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിൽ മാത്രം രക്ഷയ്ക്കായി ആശ്രയിക്കാൻ, അവരിൽ മാത്രം വിശ്വസിക്കാൻ, അതെ, നിങ്ങളെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ ക്രിസ്മസ് ദിവസത്തിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നതിനോടൊപ്പം ഒരു നിത്യജീവൻ അവകാശമാക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നല്ല ഒരു